ഹായ് ഫ്രണ്ട്സ്, പച്ചക്കായും കപ്പയും ചേമ്പും കൂടി ഒരുമിച്ചുള്ള ഒരു പുഴുക്കുമായിട്ടാണ്, അതിൽ മീനും കൂടെ ഇട്ടിട്ടുള്ളൊരു പുഴുക്കുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ വീഡിയോ കാണണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പച്ചക്കായി ഒരു 4 എണ്ണം ഉണ്ട്, അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതിലേക്ക് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത ചേമ്പ് ഒരു 10-15 എണ്ണം ഉണ്ട്, ചെറുതാണ്. അതും കായൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. ഇനി അതിലേക്ക് വേവിച്ചാൽ ഒന്ന് വേവിച്ചിട്ട് വെള്ളം ഊറ്റിയെടുത്ത കപ്പയാണ്, അത് 1 കപ്പുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു 4 അയില മീനും കൂടെ വെക്കുന്നുണ്ട്. അയില മീൻ കഴുകിയൊക്കെ വൃത്തിയാക്കിയതാണ്, പക്ഷെ അതിൻ്റെ മുള്ള് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഒരു കുക്കർ അടിച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ അടിക്കുക. 2 വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു 4 ചുള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 സ്പൂണ് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പാകത്തിന് വെള്ളവും ചേർത്ത് നൈസായി ഒന്ന് അരച്ചെടുക്കാം. 2 വിസിലടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ ഒന്ന് പോകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് കൂട്ടാൻ ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്ക് അതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അതുകൂടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത സവോള ഇട്ട് കൊടുക്കാം. പാകത്തിനൊപ്പം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു 3 തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിന് എരിവിനാവശ്യമായ മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ഇതിലിട്ട് കൊടുത്ത കപ്പയും ചേമ്പും കായൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ആ മീനെടുത്തൊന്ന് മാറ്റാം. അതിലത്തെ മുള്ള് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് മീൻ നമുക്ക് ആദ്യം അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. മീനത്തെ മുള്ളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി തേങ്ങ അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് കടുകും വെളിച്ചെണ്ണയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവിട്ട് ഒഴിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള കൂട്ടുപുഴുക്കായിട്ടുണ്ട്. ചേമ്പും കായും കപ്പയും കൂടെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലത്തെ വീഡിയോയുമായി എത്താം. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീണ്ടും ഇതുപോലത്തെ വീഡിയോയുമായി എത്താം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.